തൻ്റെ കയ്യിൽ തോക്ക് കിട്ടിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കും എന്ന് പറയുന്ന ചെറുപ്പക്കാരാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വലിയ രാഷ്ട്രീയ ബോധമുള്ളവർ, രാജ്യത്തിനോട് കടമ ചെയ്യാൻ വേണ്ടി വിങ്ങിപ്പൊട്ടി നിൽക്കുന്നവർ? ഇവരാണോ സമൂഹത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്, ഇവിടെ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറയുന്നത്? ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കൃത്യമായി ബോധ്യമായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിക്ക് കൊലവിളി വരുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടി വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. മലപ്പുറത്ത് ഒരു ഉമ്മ സ്വന്തം മകളോട് ചോദിക്കുകയാണ്, ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഇത് തീരാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, നരേന്ദ്രമോദിയെ കൊല്ലണം. അപ്പോൾ ചോദിക്കുന്നു, കുട്ടിയോട് മാതാവ് ചോദിക്കുകയാണ്, ആരെ കൊല്ലും? ഉമ്മ കൊല്ലണം എന്ന് പറയുന്നു. ഇത് CAA സമരകാലത്ത് ഇവിടെ നടന്ന ആ സമരത്തിനിടയ്ക്ക് ആ സമരം നടന്നിരുന്ന കാലത്ത് ഒരു അമ്മ മകളോട് ചോദിച്ചെടുത്ത വീഡിയോയാണ്. ആ വീഡിയോ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വലിയ തോതിൽ പ്രചാരത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കണം, വീടുകളിൽ നിന്ന് പോലും എങ്ങനെയാണ് മതം ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് വളർത്തുന്നത്. അവിടെ ആ മതം മാത്രമല്ല, ദേശവിരുദ്ധത കൂടി കുത്തി നിറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇവർ എന്നിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടോ? ഇവർ ജയിലിൽ അടയ്ക്കപ്പെട്ടോ? ഇതുവരെയായിട്ടും ഇവർക്കെതിരെ ഒരു കേസെങ്കിലും എടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞോ? ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. OK അനസ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഈ പെർഫ്യൂം ഒക്കെ ബിസിനസ്സൊക്കെ ഉള്ള ആളാണ് എന്നാണ് സ്വയം പറയുന്നത്. അതുപോലെ തന്നെ ഇയാൾ ഒരു വ്ളോഗറാണ് എന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്, സ്വയം അവകാശപ്പെടുന്നുണ്ട്. ഇയാൾ പറഞ്ഞതെന്ന് അറിയാമോ, നേപ്പാളിൽ കലാപം ഉണ്ടായപ്പോൾ താൻ അവിടെ പോയി, എൻ്റെ കൈ കണ്ടോ, ഈ കൈ എത്ര പോലീസുകാരുടെ തലയെറിഞ്ഞ് പൊട്ടിച്ച കൈയാണെന്ന് അറിയാമോ എന്ന് വീരസ്യം പറയുകയാണ് അവൻ. ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങളെ പോലീസുകാരെ ഓട്ടിച്ചിട്ട് കുത്തി തോക്കണങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോട് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യെന്നറിയത് എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ, അന്ന് ഞാൻ മാത്രമല്ലേ അവിടെ. എന്നിട്ട് ഇവൻ പറയുന്നു, ഞാൻ സ്വപ്നം കാണുകയുണ്ടായി, പാർലമെന്റ് പീരങ്കി വെച്ച് അടിച്ചു തകർക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പോകുന്നു. കൂട്ടുകാരുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന് മുമ്പ് നമ്മൾ എന്താണ് കുറെ ആലോചിച്ചത്, അതാണ് നമ്മൾ സ്വപ്നത്തിൽ വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി നിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങൾ മൂന്നാൾ ഒരു പീരങ്കി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കുന്നത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജൻസികൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ പ്രശ്നമുണ്ട്. ഇവനും ഇവന്റെ കൂട്ടുകാരും ഇതേ ചിന്താഗതിയുള്ളവരാണ് എന്ന്, ഇവൻ മാത്രമല്ല കൂട്ടുകാരും ഇതേ ചിന്താഗതിയുള്ളവരാണ് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. പീരങ്കി ഉപയോഗിച്ച് പാർലമെന്റ് അടിച്ച് തകർക്കുന്നു, വലിയ തോക്കുകൾ ഉപയോഗിച്ച്. പിന്നെ ഭരണഘടന കത്തിക്കണം, ജനാധിപത്യത്തിന്റെ ആ പുസ്തകമുണ്ടല്ലോ അതങ്ങ് നമുക്ക് കത്തിക്കണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവന്റെ 5 മിനിറ്റ് കഴിഞ്ഞ് ഈ വീഡിയോ ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഇത് മുക്കി എന്ന് അവൻ തന്നെ പിന്നീട് ഒരു വീഡിയോ ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കില്ലേ എന്ന്. അവന്റെ മാപ്പ് പറച്ചിൽ കൊണ്ടൊന്നും തീരുന്ന കാര്യമല്ല എന്നുള്ളത് ഏറെ വ്യക്തമായിട്ടുള്ള കാര്യം. അതും കഴിഞ്ഞിട്ട് ഈ സംഭവം നടന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ജനനായകൻ കണ്ടിറങ്ങിയിട്ട് പറയുകയാണ്, അതിഗംഭീര സിനിമ, അത് കണ്ടതോടുകൂടി എനിക്ക് ആവേശമായി. എൻ്റെ ആ സിനിമയിൽ കാണിക്കുന്ന പോലെ ഭരണാധികാരിയെ മൂലക്കിരുത്തുന്ന പോലെ നരേന്ദ്രമോദിയെ ഒരു മൂലക്കിരുത്തണം എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു തോക്ക് കിട്ടിയാൽ ഈ വെടിവെച്ച് കൊല്ലും എല്ലാത്തിനെയും എന്നൊക്കെ പറയുകയാണ്. മനഃപൂർവ്വം അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഈ സിനിമയെ പറ്റി അവർക്കറിയാം, അവർ രാഷ്ട്രീയത്തെ പറ്റി ബോധമുണ്ട്. അറിവില്ലാത്തവരല്ല, മനസ്സിലാകാത്തവരല്ല. ഇവർക്ക് ഇവിടെ ഭരിക്കുന്നവരെ കൊല്ലണം എന്ന് ആഗ്രഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ ആഗ്രഹം വിളിച്ചു പറഞ്ഞിട്ട്, പൊതുസമൂഹത്തിന് നേർക്ക് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് അവരെങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നത് സ്വതന്ത്രമായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്രിമിനൽസ് ആണ് ഇവിടെ നടത്തുന്നത്. മലപ്പുറത്ത് നിന്ന് ഒരുത്തൻ ഡൽഹിയിൽ പോയിട്ട് പറയുന്നു, ഇതാ പാറ്റകള് അതുപോലുള്ള പ്രാണികളൊക്കെ വരുന്നത് അന്ത്യയുദ്ധത്തിന്റെ ലക്ഷണമാണ്, അവസാന യുദ്ധത്തിന് സമയമായിരിക്കുന്നു, ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് ഇതൊക്കെ. ഇത് വെച്ചുകൊണ്ട് നബി പറഞ്ഞതുപോലെ, ഇവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്ന പോലെ, ഖുറാനിൽ പറഞ്ഞതുപോലെ ഇവരെ എല്ലാം കൊല്ലണം, എല്ലാവരെയും ഇല്ലായ്മ ചെയ്യാനുള്ള അന്ത്യയുദ്ധം നടത്തണം എന്നൊരുത്തൻ നിന്ന് പ്രസംഗിക്കുന്നു. പിന്നെ 3-4 പൊന്നാനിന്ന് പോയിരിക്കുന്നു. പൊന്നാനിന്ന് പോയിട്ട് അവിടെ ചെന്ന് പറയുന്നത് എന്താണ്? BJP 3 സീറ്റ് നേടി കേരളത്തിൽ, ഇനിയും BJP വിജയിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആവും അവസ്ഥ. അതായത് BJP ആണ് ഇവരുടെ പ്രശ്നം, BJP ജയിക്കുന്നതാണ് പ്രശ്നം. BJP ജയിച്ചാൽ ഞങ്ങൾ കലാപം ഉണ്ടാക്കുമെന്ന് അവർ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മലപ്പുറത്ത് നിന്നുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ പറയുകയാണ്, പൊന്നാനിയിൽ നിന്നുള്ളവർ. ഇതൊക്കെ മലപ്പുറത്ത് നിന്ന് വരുന്നത് എങ്ങനെയാണ്? മലപ്പുറത്തെ പറഞ്ഞാൽ ഉടനെ പറയും, അയ്യോ മലപ്പുറത്തെ പറയുന്നു ഇസ്ലാമോഫോബിയാണ്, ജനങ്ങൾക്ക് ഇസ്ലാമിനെ പേടിയായിരിക്കുന്നു. ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ വിളിച്ചു പറയുകയല്ലേ നിങ്ങൾ, തോക്കെടുക്ക്, മോഡിയെ വെടിവെക്ക് എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ മനസ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ നീചമായ, നിന്ദ്യമായ ഒരു മനസ്ഥിതി. ഈ രാജ്യം തകർക്കപ്പെടണം, ഇവിടുത്തെ പോലീസുകാരെ കൊല്ലണം, കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുകയാണ്. എന്നിട്ട് ഈ OK അനസ് പറയുന്നുണ്ട്, പ്രായമായവർ പോയാൽ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യില്ല,
അവർക്ക് ആവേശമില്ല, അവർക്കിങ്ങനെ തലയെറിഞ്ഞ് പൊട്ടിക്കാനും കത്തിക്കാനും ഒന്നുമില്ല, വീട് കുട്ടികൾ എന്നൊക്കെ തോന്നും. നമ്മൾ ചെറുപ്പക്കാരില്ലേ, ചെറുപ്പക്കാർക്ക് എന്താണ് നോക്കാനുള്ളത്, നമുക്ക് എന്തും തകർക്കാം, എന്തും നശിപ്പിക്കാം. കലാപങ്ങൾ ഉണ്ടാക്കിയ രാജ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ എടുത്തു വെച്ചിട്ട് ഇവൻ പറയുകയാണ് കലാപം ഉണ്ടാക്കൂ, കൊല്ലൂ, ആക്രമിക്കൂ, പാർലമെന്റ് തകർക്കൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം തകർക്കണം. ഈ പാർലമെന്റിന് നേരെ ആക്രമണം നടത്താനായിട്ട് തോക്കുകളുമായിട്ട് വന്നത് ആരാണ്? പാകിസ്ഥാനികൾ, തീവ്രവാദികൾ. അതേ മനസ്ഥിതിയല്ലേ ഈ OK അനസ് എന്ന് പറയുന്ന തീവ്രവാദിക്കുള്ളത്? അവൻ്റെ മനസ്സിൽ തീവ്രവാദമല്ലാതെ മറ്റെന്താണുള്ളത്? അവൻ്റെ മനസ്സിൽ ഈ ഭീകരതയല്ലാതെ മറ്റെന്താണുള്ളത്? അവനെ കൊല്ലണം എന്നുള്ള ചിന്തയാണ്, കൊല വിളിക്കണം എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയുള്ളവൻ കേരളത്തിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രിയെ കൊല്ലണമെന്ന് പറഞ്ഞവൻ, ഈ പറഞ്ഞ പാർലമെന്റ് കത്തിക്കണമെന്ന് പറഞ്ഞവൻ, ഭരണഘടന കത്തിക്കണമെന്ന് പറഞ്ഞവൻ, പീരങ്കി ഉപയോഗിച്ച് ആക്രമിക്കണമെന്ന് പറഞ്ഞവൻ, പോലീസുകാരെയും സൈനികരെയും കൊന്നു തള്ളണമെന്ന് പറഞ്ഞവൻ ഒരു കൂസലുമില്ലാതെ വീട്ടിലിരിക്കുന്നു. അവനെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ജനനായകൻ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞ സ്ത്രീയെ, സ്വന്തം കുഞ്ഞിനെ കൊണ്ട് നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പറയിക്കുന്നവര്, അതുപോലെ ഈ പാർലമെന്റ് പീരങ്കി ഉപയോഗിച്ച് തകർക്കണമെന്ന് പറഞ്ഞവർ, ഇങ്ങനെ എത്ര പേരിവിടെ സ്വതന്ത്രമായി സ്വസ്ഥമായി സുഖമായി സോഷ്യൽ മീഡിയയിലൂടെ വിഷം തുപ്പിക്കൊണ്ട് തുടർന്നു പോകുന്നു എന്നുള്ളത് കാണേണ്ട കാര്യമാണ്. ഇവിടെ പിണറായി വിജയന്റെ മുമ്പിൽ ഒരു കറുത്ത മാസ്കുമായി വെച്ച് പോയതിന് എത്ര പേർക്കെതിരെയാണ് കേസെടുത്തത്, എത്ര പേരെയാണ് അറസ്റ്റ് ചെയ്തത്, തല്ലിച്ചതച്ചില്ലാതാക്കിയത്? ഓർക്കുന്നില്ലേ ആ സംഭവങ്ങളൊക്കെ? അപ്പോൾ ഇങ്ങനെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുന്നവർക്കെതിരെ ഒരു നടപടിയുമില്ല. ഇവിടെ പ്രതിഷേധിച്ചാൽ പോലും കേസെടുത്തുകൊണ്ടിരുന്നവരാണ്. വി.ഡി. സതീശനെതിരെ പോസ്റ്റ് ഇട്ടതിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടില്ലേ? അപ്പോൾ വി.ഡി. സതീശനെ വല്ലതും പറഞ്ഞാൽ, പിണറായിയെ പറഞ്ഞാലൊക്കെ ഈ മുഖ്യമന്ത്രിമാർക്കെല്ലാം കൃത്യമായി അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൊലവിളി നടത്തിയ, രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാർ സ്വസ്ഥമായി സുഖമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല കേരളത്തിലെ സർക്കാർ? ആ ചോദ്യം പ്രസക്തമാകുന്നു. കൊലവിളി നടത്തിയവർക്കെതിരെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ വല്ലതും മിണ്ടിയിട്ടുണ്ടോ? ആ നായകന്മാർക്ക് എന്താണ് വാ തുറക്കാൻ കഴിയാത്തത്? ഇവൻ്റെയൊക്കെ വായിൽ എന്താണ് എന്നുള്ളത് പൊതുജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ, രാഷ്ട്രീയത്തിലെല്ലാം അഭിപ്രായം പറയുന്നവർ, കുട്ടികളാണ് ഈ സമരം ചെയ്യുന്ന കുട്ടികളെ, ജനാധിപത്യത്തിൻ്റെ സമാധാന സമരത്തിനെതിരെ ഇങ്ങനെയാണോ പോലീസിനെ എന്ന് പറഞ്ഞ ഈ ജോജു, ടോവിനോ, മോഹൻലാലിൻ്റെ മകൾ, സുരേഷ് ഗോപിയുടെ മകൻ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടല്ലോ. എന്താ നാക്ക് പൊങ്ങുന്നില്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറഞ്ഞവർക്കെതിരെ ഒരക്ഷരം മിണ്ടാനായിട്ട്, പാർലമെന്റ് കത്തിക്കുമെന്ന് പറഞ്ഞവർക്കെതിരെ ഒരക്ഷരം മിണ്ടാനായിട്ട് ഈ കുഞ്ചാക്കോ ബോബൻ അടക്കം പറഞ്ഞല്ലോ. ഈ നാട്ടിലെ സിനിമാ നടന്മാർക്ക് ഇന്ദ്രജിത്ത് പറഞ്ഞില്ലേ, മമ്മൂട്ടി പറഞ്ഞില്ലേ, മമ്മൂട്ടിയുടെ നാക്കിൽ എന്താ പറ്റിയിരിക്കുന്ന? ആണി അടിച്ചു വെച്ചിട്ടുണ്ടോ? പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞവന്മാർക്കെതിരെ ഒരക്ഷരം എടുത്ത് മിണ്ടാൻ? ഈ സമരത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ മമ്മൂട്ടിക്ക്. എന്തുകൊണ്ട് മമ്മൂട്ടി ഒരു അക്ഷരം മിണ്ടുന്നില്ല? സാംസ്കാരിക നായകനാണല്ലോ, വലിയ സിനിമാക്കാരനാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് മിണ്ടുന്നില്ല? മമ്മൂട്ടി മിണ്ടുന്നില്ല, മോഹൻലാൽ മിണ്ടുന്നില്ല, പ്രധാനപ്പെട്ട നടന്മാർ, സാംസ്കാരിക നായകന്മാർ, സിനിമാക്കാരന്മാർ മിണ്ടില്ല. ഇവരുടെയൊക്കെ വായിൽ എന്തോ തിരികെ വെച്ചിരിക്കുന്നു. അതിന് തുല്യമാണ് രാജ്യത്തെ കത്തിക്കണമെന്ന്. ഈ സമരം ചെയ്യുന്നവരെ അനുകൂലിക്കാൻ കഴിയും, രാജ്യം കത്തിക്കുന്നവരെ എങ്ങനെയാണ് ഇവർക്ക് അനുകൂലിക്കാതിരിക്കാൻ, ഇല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. സമരത്തിന് വേണ്ടി വാ തുറക്കാൻ അറിയാം, സമരക്കാരെ ഒന്നും ചെയ്യരുത്, കുട്ടികളാണ് എന്ന് പറയുന്നു. എങ്ങനെ? ആണി തറച്ച ലാത്തിയുമായി വന്ന് പോലീസുകാരെ ആക്രമിക്കുന്നവർ, പോലീസ് ജീപ്പ് കത്തിക്കാൻ നോക്കുന്നവർ, പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്ത് അത് തലകീഴായി മറിച്ചിടുന്നവർ, പോലീസിന് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നവർ, ഇവരൊക്കെ സമാധാന സമരക്കാരാണോ? എങ്ങനെയാണ് പോലീസിന് നേരെ അതിക്രൂരമായ ആക്രമണം, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നവർ, മാധ്യമപ്രവർത്തകരുടെ ക്യാമറയിൽ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് പോകുന്നവർ, ഇങ്ങനെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ മുഴുവൻ, അവർക്കെതിരായിട്ടൊരു നാക്ക് പൊങ്ങില്ല ഈ സാംസ്കാരിക നായകന്മാർക്ക്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. വധഭീഷണിയാണ്, പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കുകയാണ്. അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇവയൊന്നും. അത്യന്തം ഹീനമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, രാജ്യവിരുദ്ധമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് അനുകൂലമായ നടപടികളാണ് ഈ OK അനസ് മുതൽ ഈ ജനനായകൻ സിനിമ കണ്ടിട്ട് പ്രതികരിച്ച സ്ത്രീ വരെ. അവർ അതിനിടയ്ക്ക് മറ്റേ മലപ്പുറത്തുനിന്ന് പോയിട്ട് അന്ത്യയുദ്ധത്തിന് സമയമായി, ജിഹാദിന് സമയമായി എന്ന് പറയുന്നവൻ, ഈ കുട്ടിയെ കൊണ്ട് നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പറയിക്കുന്ന ഉമ്മ അടക്കം ജയിലിൽ പോകേണ്ടവരാണ്, അവരെ അകത്തിടേണ്ടതാണ്. എന്തുകൊണ്ട് ഇവിടെ അത് നടക്കുന്നില്ല? കേരള പോലീസ് അനങ്ങുന്നില്ല എന്നുള്ളതാണ് കാരണം.
ഇവർക്ക് ഈ രാജ്യത്തിനോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ നടപടി എടുക്കാനുള്ള ആർജവും ഉണ്ടാവുള്ളൂ. അതുണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ വ്യക്തമാകുന്ന കാര്യം, പകൽ പോലെ വ്യക്തം. ഇവരുടെ എല്ലാം ഇരട്ടത്താപ്പ്, രാജ്യവിരുദ്ധമായ ചിന്തയാണ് ഈ സാംസ്കാരിക നായകന്മാരും സിനിമാക്കാരന്മാരും അടക്കമുള്ളവർക്ക് ഉള്ളത്. രാജ്യവിരുദ്ധമായ ഒരു ബോധമുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് മറ്റ് തീവ്രവാദികളെ, രാജ്യവിരുദ്ധരെയൊക്കെ അനുകൂലിക്കുന്നത്. ബാബുരാജ് ജയിച്ചു എന്ന് പറഞ്ഞല്ലോ അമ്മയുടെ കമ്മിറ്റിക്കകത്ത് അമിത്ഷായ്ക്കെതിരെ, ബി ജെ പിയുടെ പണം വാങ്ങിയിട്ടാണോ ഇതൊക്കെ നടത്തിയെന്നൊക്കെ. എൻ്റെ ബാബുരാജിന് ഇപ്പം മിണ്ടാട്ടമില്ലേ? രാജ്യത്തിനെതിരായിട്ടുള്ള ഭീകരവാദം നടത്തുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഒരു വാക്ക് മിണ്ടാനായിട്ട് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ സാംസ്കാരിക നായകർക്കും സിനിമാക്കാർക്കുമൊക്കെ വ്യക്തമായ അജണ്ടകളും താല്പര്യങ്ങളുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് തുറന്നു കാണിക്കുകയെങ്കിലും ബാക്കിയുള്ളവർ ചെയ്യണം. അതാണ് ഇവിടെ നടക്കേണ്ടത്. ഇവിടെ രാജ്യവിരുദ്ധമായിരിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വതന്ത്രമായി സമാധാനപരമായിട്ടൊക്കെ സമരം ചെയ്യാനൊക്കെയുള്ള വഴികളുണ്ട്. പക്ഷെ അതല്ല ഉദ്ദേശം എന്ന് പറയുന്നത്. രാജ്യത്തെ കത്തിക്കുക, പാർലമെൻറ്റ് ഇടിച്ചു നിരത്തുക, ഭരണഘടന ഇല്ലാതാക്കുക, അധിനിവേശത്തിനുള്ള വഴി തുറന്നു കൊടുക്കുക, ഇത്തരം പ്രോത്സാഹനങ്ങളാണ് ഇവരൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് പോകുന്ന ആൾക്കാർ. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്ഥിതി ഇതാണ് എന്നുള്ളത് തുറന്നു കാട്ടപ്പെടുന്നു. കേരള പോലീസിന്, വി ഡി സതീശന് ഈ പറയുന്ന ഭീകരരെ അറസ്റ്റ് ചെയ്യാനുള്ള മനസ്സുപോലും ഇല്ല എന്നുള്ളതും വ്യക്തമാവുകയാണ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.